Good afternoon. Good afternoon, ma'am. 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 Okay. Good afternoon, Miss. Good afternoon, ma'am. എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ എല്ലാവരും Good afternoon, Miss. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ പഠിച്ചതൊരു 4 ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഏതാണ് കാഷ്വാലിറ്റി അല്ലെ. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരെന്താണ്? എന്ത് പേരാ പറയാ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരെന്താണ്? Emergency department. കറക്റ്റ് ആണ് കേട്ടോ. എമർജൻസി അല്ലെ. ഓക്കെ. പിന്നെ ഒരു ഹോസ്പിറ്റലിന്റെ 24 അവർ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നൊന്ന് പറയാമോ? 24 അവർ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ നമ്മൾ പഠിച്ചല്ലോ. ഇതാണ് Casualty. കേട്ടോ. Casualty. നമ്മുടെ കാർഡ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്? Cardiology. കാർഡിയോളജി അല്ലെ. കാർഡിന്റെ ഫുൾ ഫോം എന്താണ്? Coronary. Artery disease. Artery disease. Coronary artery disease. കൊറോണറി ആർട്ടറി ഡിസീസ്. പിന്നെ നമ്മള് ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാണെന്ന് പറയാമോ? Local anesthesia. Local. സിസേറിയൻ സെക്ഷൻ ഉപയോഗിക്കുന്ന അനസ്തേഷ്യ ഏതാണ്? Regional anesthesia. റീജിയണൽ അനസ്തേഷ്യ അല്ലെ. ഓക്കെ, റീജിയണൽ അനസ്തേഷ്യയാണ്. പിന്നെ നമ്മുടെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് അനസ്തേഷ്യയാണ്? ജനറൽ അനസ്തേഷ്യ. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജനറൽ അനസ്തേഷ്യ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ENT ഡിപ്പാർട്ട്മെന്റ് ഡെർമറ്റോളജി അല്ലെ. ഇത്രയും വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഓൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൺമ്യൂട്ട് കൊടുക്കാണ്. അനസ്തേഷ്യ ഇന്നലെ കഴിഞ്ഞോട്ട് ആയിഷാണ്. ഇന്നലെ അനസ്തേഷ്യ നമ്മള് പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. ഓക്കെ. ആയിഷ ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ലീവായിരുന്നോ? സ്ക്രീനിൽ നോക്കിയേ. ആയിഷ ഒന്ന് നോക്കിയേ. സ്ക്രീനിൽ ഇപ്പൊ കാണുന്നില്ല അനസ്തേഷ്യോളജി. ഇന്നലെ നമ്മളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മള് ICU ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ. പിന്നെ നമ്മള് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ICU എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചു. പിന്നെ ENT ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. ഓക്കെ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് വെച്ചാൽ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിവൺ നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും എൻഡോക്രൈനോളജിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരും ഇതുവരെ കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. ഓക്കെ, കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് കേട്ടേക്കുന്നത്? ഏതാണ്? എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണത്? അറിയില്ല. ഓക്കെ ഓക്കെ, കുട്ടിയോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹോർമോൺസ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ നമുക്ക് നോക്കാം കേട്ടോ. എൻഡോക്രൈനോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഹോർമോണുകളെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ കോർഡിനേറ്റ് ഒക്കെ ചെയ്യുന്നത് ഹോർമോണുകളാണ് കേട്ടോ. ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്
നമ്മുടെ ശരീരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, കോർഡിനേറ്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ആ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എൻഡോക്രൈനോളജി പഠിക്കുന്നതിനേക്കാളും മുൻപ് എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാം, എന്നിട്ട് വേണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാനായിട്ട്. അല്ലെ, നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിസ്റ്റംസ് ഉള്ളതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അല്ലെ. അതുപോലെ ഒരു സിസ്റ്റം ആണ് എന്ത്, എൻഡോക്രൈൻ സിസ്റ്റം കേട്ടോ. നമ്മൾ മലയാളത്തിൽ പറയാ അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയുന്നത്. സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, സ്കൂളിൽ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ സംഭവം കേട്ടോ. അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവയവ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതെന്താണെന്ന് ചോദിക്കില്ല, പക്ഷെ അറിയണം. ഓക്കെ, എൻഡോക്രൈൻ സിസ്റ്റം, അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അതുപോലെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഒരു അവയവ വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന ഇത്തരം ഗ്രന്ഥികളുണ്ട്, അതിന് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് പറയുക കേട്ടോ. അന്തസ്രാവി ഗ്രന്ഥികൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ എന്താണ് പറയാ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് പറയുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരാളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ സൗണ്ട് ഉപയോഗിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ആംഗ്യ ഭാഷയിലൂടെ ആയിരിക്കും നമ്മൾ ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആണല്ലോ. അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള കോശങ്ങള് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണെന്ന് അറിയാമോ, ഇത്തരം ഹോർമോണുകളിലൂടെയാണ് കേട്ടോ. മനസ്സിലായോ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കോശങ്ങള് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്, ഹോർമോണുകളിലൂടെയാണ്. അപ്പൊ ഇത്തരം ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തത്, കോർഡിനേറ്റ് ചെയ്തത്. അങ്ങനെ ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്തരം ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ഹോർമോണുകളെ നേരിട്ട് നമ്മുടെ ബ്ലഡിലോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ബ്ലഡിലോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ ചിലപ്പോൾ ബ്രെയിനിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണെങ്കിൽ അതിന്റെ പ്രവർത്തനം ചിലപ്പോൾ നടക്കുന്നത് എവിടെയായിരിക്കും, കിഡ്നിയുടെ ഭാഗത്ത്. എന്ന് പറഞ്ഞാല് ഹോർമോണുകൾ അവർ ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെയല്ല അതിന്റെ ഫംഗ്ഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ചിലപ്പോൾ ബ്രെയിനിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആയിരിക്കും, പക്ഷെ അതിന്റെ ഫംഗ്ഷൻ എവിടെയായിരിക്കും നടക്കുന്നുണ്ടാവുക, കിഡ്നിയുടെ ഭാഗത്താണ്. അപ്പൊ ഈ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ നമ്മുടെ ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളും ഫംഗ്ഷനാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ഹോർമോണുകളെ പറ്റിയും ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഇത്തരം എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കുറിച്ചൊക്കെയുള്ള ഒരു പഠന മേഖലയാണ്, അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാം. എന്താണ് എൻഡോക്രൈനോളജി? എൻഡോക്രൈനോളജി ഈസ് the study of medicine that relates to the endocrine system. നമ്മൾ ഈ പറഞ്ഞ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയാ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഓക്കെ, the body endocrine system includes the pancreas, thyroid, thyroid കഴിഞ്ഞിട്ട് ഒരു കോമ വേണം കേട്ടോ, thyroid, parathyroid, pineal, hypothalamus, adrenal and pituitary glands, and the ovaries and the testes. കേട്ടോ, അപ്പൊ പ്രത്യേകം നിങ്ങൾ ഓർക്കാം, നമ്മൾ ഈ പറഞ്ഞതെല്ലാം തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഗ്ലാൻഡുകളാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഗ്ലാൻഡുകളാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്ലാൻഡ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാണ് ഈ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പൊ ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഓർഗനുകളൊക്കെ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ആരൊക്കെയാണ്? ഒന്ന് പാൻക്രിയാസ് ആണ് അല്ലെ, പാൻക്രിയാസ് കേട്ടോ. ചിത്രം കാണിച്ചു തരാം, പിക്ചർ കാണിച്ചു തരാം കേട്ടോ.
ഇപ്പൊ ജസ്റ്റ് ഒന്ന് വായിക്കാൻ നമുക്ക്. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പറയുക കേട്ടോ. എന്താണ് പറയാ? മലയാളത്തില് ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പറയുന്നത് കേട്ടോ. പാൻക്രിയാസ്, ഈ പാൻക്രിയാസ് ആണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉത്പാദിപ്പിക്കുന്നത് കേട്ടോ. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉത്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ വരും നമ്മളിപ്പോ ഹോർമോണിനെ പറ്റി പഠിക്കാനാണെങ്കിൽ അതൊരു വലിയൊരു ഏരിയ ആണ്. ഒരുപാടുണ്ട് പഠിക്കാനായിട്ട്. ഹോർമോൺ എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ ഹോർമോണുകളെ പറ്റി നമുക്ക് പഠിക്കാം. അതൊക്കെ നമുക്ക് വേണ്ട കേട്ടോ. നമുക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. അപ്പൊ പാൻക്രിയാസ് മനസ്സിലായ ആഗ്നേയ ഗ്രന്ഥിയാണ് കേട്ടോ. പിന്നെ വരുന്നത് തൈറോയിഡ് ഗ്ലാൻഡ്. അറിയാലോ, തൈറോയിഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക മെറ്റാബോളിക് ആക്ടിവിറ്റീസുകളും കൺട്രോൾ ചെയ്യുന്നത് തൈറോയിഡ് ആണ്. തൈറോയിഡിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ എല്ലാവിധ മെറ്റാബോളിക് ആക്ടിവിറ്റീസും തകരാറാണ് കേട്ടോ. ഓക്കെ, തൈറോയിഡ്. ഈ തൈറോയിഡിന്റെ ബാക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് പാരാതൈറോയിഡ് കേട്ടോ. പാരാതൈറോയിഡ് പേര് പോലെ തന്നെ ഒരു പാരയാണ്. പാര പണിയുന്ന ഒരാളാണ്. തൈറോയിഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിന് നേരെ ഒരു പാര പണിയുന്ന ആളാണ് ആര്? പാരാതൈറോയിഡ് കേട്ടോ. ഓക്കെ, ഇതിന് വരുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. പീനിയൽ ഗ്ലാൻഡ് അത് നമ്മുടെ ബ്രെയിനകത്ത്, ഓക്കെ, നമ്മുടെ ബ്രെയിനകത്ത് കാണപ്പെടുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് കേട്ടോ, പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസും എന്താണ്? നമ്മുടെ ബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു ഘടകമാണ് കേട്ടോ. പിന്നെ വരുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. അഡ്രീനൽ ഗ്രന്ഥി, അതായത് നമ്മുടെ വൃക്കയുണ്ടല്ലോ, കിഡ്നി ഉണ്ടല്ലോ, കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാപ്പ് പോലെ ഒരു കുപ്പിയുടെ ഒരു ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് കേട്ടോ. അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. കിഡ്നി ആണ് കേട്ടോ. കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് അഡ്രീനൽ എന്ന് പറയുന്നത്. ഞാൻ വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പീയൂഷ ഗ്രന്ഥി എന്ന് പറയും കേട്ടോ. അത് വന്നിട്ട് ബ്രെയിനകത്താണ് കാണപ്പെടുന്നത് കേട്ടോ. പിന്നെ ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ് കേട്ടോ, അണ്ഡാശയമാണ്. പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ് ആണ് കേട്ടോ, വൃഷണങ്ങളാണ്. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ വരുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഞാൻ അതിന്റെ പിക്ചർ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഇതാണ് കേട്ടോ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ആ പിക്ചർ ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നിൽക്കും. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കണ്ട. ഇതാണ് വെള്ളക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നത് നോക്കുക കേട്ടോ. നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നോക്കൂ, പീനിയൽ ഗ്ലാൻഡ്. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി കേട്ടോ. പീനിയൽ ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത് നോക്കി? നമ്മുടെ ബ്രെയിൻ ആണ് കേട്ടോ. നമ്മുടെ ബ്രെയിനിന്റെ ഭാഗത്താണ് പീനിയൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇത് ചെറിയൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് കേട്ടോ, പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ദെൻ വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഹൈപ്പോതലാമസ് കേട്ടോ. ഇവിടെ ഹൈപ്പോതലാമസ് ഉണ്ട്. ഹൈപ്പോതലാമസിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കുക, പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്. ഈ പറയുന്ന 3 ഗ്ലാൻഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ബ്രെയിനകത്താണ് കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ബ്രെയിനകത്താണ് കാണപ്പെടുന്നത്. അടുത്തത് നോക്കിയേ, തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു 2 ലോബ്സുകളായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ തൊട്ട് പുറകിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? പാരാതൈറോയിഡ് ഗ്ലാൻഡുകൾ ഉള്ളത് കേട്ടോ. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡിന്റെ തൊട്ട് പുറകിലായിട്ടാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡുകൾ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ തൈമസ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് അത് പറഞ്ഞിട്ടില്ല കേട്ടോ. തൈമസ് എന്ന് പറയുന്നത് പഠിക്കണ്ട കേട്ടോ, ടെക്സ്റ്റിനകത്ത് ഇല്ലല്ലോ. തൈമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ മാറില്. നമ്മുടെ മാറിലിന്റെ പുറകിലായിട്ടാണ്, സ്റ്റേണത്തിന്റെ പുറകിലായിട്ടാണ് കാണപ്പെടുന്നത്. അത് വേണ്ട കേട്ടോ, പഠിക്കണ്ട. ഓക്കെ, പിന്നെ നോക്കൂ, പാൻക്രിയാസ് കേട്ടോ. പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ആമാശയം ഉണ്ടല്ലോ, നമ്മുടെ ആമാശയത്തിന്റെ തൊട്ട് താഴെയാണ്. ഇതിന്റെ മുകളിലൊരു ആമാശയം ഉണ്ട്, നമുക്ക് സ്റ്റൊമക്ക് ഉണ്ട്. ഈ ആമാശയത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലീഫ് പോലെ, ഒരു നീണ്ട ലീഫിന്റെ ഒരു ഇലയുടെ ഷേപ്പില് ഉള്ള ഒരു സ്ട്രക്ചർ ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ പോലെയുള്ള ഹോർമോണുകളെയൊക്കെ ഉത്പാദിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കൂ, അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ കിഡ്നിയാണ് അല്ലെ. നമുക്ക് 2 കിഡ്നീസ് ഉണ്ടല്ലോ. ആ കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു യെല്ലോ കളറിൽ കണ്ടോ നിങ്ങള്? അതാണ് കേട്ടോ, ഒരു ക്യാപ്പ് പോലെ, ഒരു തൊപ്പിയുടെ ഷേപ്പ്, ഒരു ട്രയാങ്കിൾ ഒക്കെയാണ് കേട്ടോ. ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പാണ്. അതാണ് ഇത് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ് ആണ് കേട്ടോ, വൃഷണങ്ങളാണ്.
സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ പറയുന്നത് ഓവറീസ് ആണ് കേട്ടോ, അണ്ഡാശയമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ പിക്ചർ നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, പിക്ചർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് നിൽക്കുമായിരിക്കും. ഓക്കെ ആണോ? ഏതൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ളൊരു ഐഡിയ ആട്ടോ. ഇന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. എന്താണ് പീനിയൽ ഗ്ലാൻഡോ അല്ലെങ്കിൽ എന്താണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അങ്ങനെയൊന്നും നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾക്ക് ഈ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അത് എൻഡോക്രൈനോളജിയുടെ ഭാഗമാണ് എന്നുള്ളത് നിങ്ങൾക്ക് തെറ്റിപ്പോകും കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ഏകദേശം ഐഡിയ ഉണ്ടായാൽ മതി കേട്ടോ. പീനിയൽ, പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ് ഒക്കെ ബ്രെയിനകത്താണ് കാണപ്പെടുന്നത്. തൈറോയിഡ് വന്നിട്ട് നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്താണ്. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റൊമക്ക് ഉണ്ടല്ലോ, അതിന്റെ തൊട്ടിനാടിയായിട്ടാണ് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് കാണപ്പെടുന്നത്. വൃക്കയുടെ മുകൾ ഭാഗത്തായിട്ടാണ് അഡ്രീനൽ ഗ്ലാൻഡുകൾ കാണപ്പെടുന്നത്. പുരുഷന്മാരുടെ ടെസ്റ്റസ് ആണ് കേട്ടോ, വൃഷണം എന്നാണ് പറയാ. സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ് ആണ് കേട്ടോ, അണ്ഡാശയാണ്. ബയോളജി ഒക്കെ പഠിച്ചു വന്ന ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അല്ലാത്ത ആൾക്കാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ബയോളജി ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇന്ന് വായിച്ചു നോക്കി. ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, അഡ്രീനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇത്രയുമാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഗ്ലാൻഡ്സുകൾ. അതിന് നമ്മൾ എന്താ പറയാ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് പറയുക. ഓക്കെ, ഇനി നോക്കൂ, എന്താണ് എൻഡോക്രൈനോളജി എന്നതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. Endocrinology is a medical super specialty that deals with the study of hormones and hormones related to the glands. അല്ലെ, ഈ പറയുന്ന ഹോർമോണുകളെ കുറിച്ചും ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് എൻഡോക്രൈനോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ. They work closely with the specialist in ophthalmology, radiation oncology, surgery, obstetrics, transplantation and other specialty areas to provide a multidisciplinary approach to a person's medical program. ഇതാണ് അവിടെ പറയുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഇതിന്റെ കൊളാബറേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെയാണ് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് രോഗികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെയാണ് കേട്ടോ വായിച്ചത്. അതായത് endocrinology is a medical super specialty that deals with the study of hormones related to the glands. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റു പല മാർക്ക് ചെയ്യണമെന്നോ? ഇത് മാർക്ക് ചെയ്യേണ്ട, കേട്ടാൽ മതി, ക്ലാസ് കേട്ടാൽ മതി, കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും വായിക്കുമല്ലോ. ഓക്കെ, എൻഡോക്രൈനോളജി എന്താണെന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളാം. എൻഡോക്രൈനോളജി എന്താണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഇനി പറയുന്നത് നോക്കുക. They work closely with the specialist in ophthalmology, radiation oncology, surgery, obstetrics and transplantation and other specialty areas to provide a multidisciplinary approach to a person's medical program. അതായത് നമ്മുടെ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു രോഗിക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. അതായത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് രോഗികളുടെ പ്രശ്നങ്ങൾക്ക് എന്ത് കൊടുക്കുന്നത്? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ പറയുന്നത് വർക്ക് ക്ലോസ്ലി വിത്ത് സ്പെഷ്യലിസ്റ്റ് ഇൻ ഒഫ്താൽമോളജി. അല്ലെ, ഒഫ്താൽമോളജി എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമാണ് അല്ലെ, നമ്മുടെ നേത്ര രോഗ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെ, ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് പ്രമേഹം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ കാഴ്ചശക്തിനെ അത് ബാധിക്കും കേട്ടോ. അതായത് നമ്മുടെ കാഴ്ചശക്തി കുറയാനായിട്ട് തുടങ്ങും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഡയബറ്റിസ് എന്ന് പറയുന്നത് പ്രമേഹമാണ്. ഈ പ്രമേഹം വരാനായിട്ട് കാരണം എന്താണ്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടാണ്. ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡാണ്. അത് എന്തിന്റെ ഭാഗമാണ്? അത് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലെ. അതെ, നമ്മൾ റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ അത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. അതിന് എന്തുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്? ഒഫ്താൽമോളജി ആയിട്ട് അവർക്ക് കണക്ഷൻ വരും
അല്ലെ? ഡയബറ്റിക് റെറ്റിനോപ്പതി ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവിടെ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, ഒപ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ടും ഒരു കൊളാബറേഷൻ അവിടെ വരുന്നുണ്ട്. അവര് കൂടെയായിട്ട് സഹകരിച്ചിട്ടായിരിക്കും ആ രോഗിക്ക് എന്ത് കൊടുക്കുന്നുണ്ടാവാം, ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. അതുപോലെ തന്നെ റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. ഇപ്പൊ തൈറോയിഡ് ക്യാൻസർ വരികയാണ്. ഈ തൈറോയിഡ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതിന് ക്യാൻസർ വരുമ്പോൾ നമുക്ക് ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമുക്ക് അവിടെ കൊളാബറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ തന്നെയാണ് സർജറി അല്ലെ. ഇത്തരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു കൊളാബറേഷനിലേക്ക് വരും. അതുപോലെ തന്നെയാണ് ഒബ്സ്ട്രക്റ്റിസ് അല്ലെ. ഒബ്സ്ട്രക്റ്റിസ് എന്താണ്? ഈ പറയുന്ന പ്രസവ ചികിത്സ അല്ലെങ്കിൽ ബർത്തുമായിട്ട് ഈ പറയുന്ന പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഭാഗമാണ്. തീർച്ചയായിട്ടും അതിന് നമ്മുടെ ഫീമെയിൽസിന്റെ ഓവറീസിന് ഒരു റോള് വരുന്നുണ്ട് അല്ലെ. ഓവറീസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഓവറീസിന് ഒരു റോള് വരുന്നുണ്ട്. ഓവറീസ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ഗ്ലാൻഡ് ആണ് അല്ലെ. എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിന്റെ ഒബ്സ്ട്രക്റ്റീസുമായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ട്രാൻസ്പ്ലാന്റേഷൻ. ഏതെങ്കിലും നമ്മൾ ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകൾ എന്തെങ്കിലും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് സഹകരിക്കേണ്ടതായിട്ട് വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു എൻഡോക്രൈനോളജി സ്പെഷ്യാലിറ്റി മറ്റു പല സ്പെഷ്യാലിറ്റികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെയാണ്, മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അല്ലെ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലംസുകളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നത്. ഇനി എന്തൊക്കെ മെഡിക്കൽ പ്രോബ്ലംസുകളാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്? കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, കാരണം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നു ഡയബറ്റിസ് അല്ലെ. പ്രമേഹമാണ് അല്ലെ. പ്രമേഹം പറഞ്ഞു ഇൻസുലിന്റെ വലിയ അഡിഷൻ കൊണ്ടാണ്. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ പാൻക്രിയാസ് ആണ് കേട്ടോ. പാൻക്രിയാസ് ആണ് അത് ഉത്പാദിപ്പിക്കുന്നത്. പിന്നെ വരുന്നത് ന്യൂട്രീഷൻ പ്രോബ്ലംസ് അല്ലെ. അതായത് പോഷകാഹാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കറിയാം ഈ ഹോർമോണുകളുടെ വ്യതിയാനം മൂലമാണ് നമുക്ക് ഈ പറയുന്ന ന്യൂട്രീഷൻ പ്രോബ്ലംസ് ധാരാളമായിട്ട് നമുക്ക് വരും കേട്ടോ. പിന്നെ വരുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കാൽസ്യം ഡിസോർഡർ ആണ് കേട്ടോ. ഒരു ബോൺ ഡിസോർഡർ ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരാളാണ് കാൽസ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോൺസുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ക്ഷയിക്കാനായിട്ട് തുടങ്ങും അല്ലെ. ഇത് ബോൺസ് ബിക്കം ഫ്രജൈൽ ആവാൻ തുടങ്ങും അല്ലെ. അതെ റോഷിനി, ബോണ് സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് വരും അല്ലെ. അങ്ങനെ വരുമ്പോൾ എല്ല് പൊടിയുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ 30+ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഇൻടേക്ക് ചെയ്യണം. നമ്മൾ കാൽസ്യം സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കണം. അതും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം. കാരണം എന്താന്ന് വെച്ചാല് അതുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഈ പറയുന്ന എല്ലുകളിൽ നിന്നും പല്ലുകളിൽ നിന്നൊക്കെയാണ് കാൽസ്യത്തിന് പിടിച്ചെടുക്കുക. അങ്ങനെ വരുമ്പോൾ എല്ലും പല്ലൊക്കെ നമ്മുടെ ഭയങ്കരമായിട്ട് ഫ്രജൈൽ ആവാനായിട്ട് തുടങ്ങും അല്ലെ. ഈ വയസ്സായ ആളുകൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവർ പെട്ടെന്ന് വീണ്ടും കഴിഞ്ഞ പെട്ടെന്ന് ഫ്രാക്ചർ ആവും അല്ലെ. എല്ലൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ആയതുകൊണ്ടാണ് കേട്ടോ. എന്താണ് ആദ്യത്തെ ചാപ്റ്റർ 5 ആണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ നമ്പർ 5 ആണ്. മൊഡ്യൂൾ 1 5ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. അതാണ് നമ്മൾക്ക് എടുക്കുന്നത്. ഓക്കെ. അപ്പം ഓസ്റ്റിയോപോറോസിസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് കാൽസ്യം ഡെഫിഷ്യൻസി ഇത് സംഭവിക്കുകയാണ്. എല്ലുകൾ പൊടിയുന്ന ഒരവസ്ഥയാണ്, എല്ല് ക്ഷയിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തില് കാൽസ്യത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഇതെല്ലാം അറിയാമോ? കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് കേട്ടോ, ഉത്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോഴും നമ്മുടെ ഹോർമോണിന്റെ ആക്ഷൻ ആണ് വരുന്നത്. ഈ ഒരു കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയമാണ്, ബോബ് ഡിസോർഡർ ആകുമ്പോ ഡോക്ടർ വിഭാഗത്തിലല്ലേ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു സംശയം വരാം. അങ്ങനെ നോക്കണ്ട. ചില ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോൾ എല്ലാം പലതിലും വരും കേട്ടോ. ഇത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തതാണ് എന്താണ്? കാൽസിറ്റോണിൻ. അതെ കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ആണ്. ശരിയാണ് കേട്ടോ, തൈറോയിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തതാണ് പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ് കേട്ടോ. നമ്മൾ പഠിച്ചല്ലോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകൾ പീയൂഷഗ്രന്ഥി എന്ന് പറയും. അതുപോലെ തന്നെ ഗൊണാഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സെക്സ് ഹോർമോൺസ് ഒക്കെ ഉത്പാദിപ്പിക്കുന്നതാണ് കേട്ടോ. ഗൊണാഡ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഓവറിസ്, ടെസ്റ്റിസ്,
അതൊക്കെ ഗൊണാഡ്സ് ആണ് കേട്ടോ, ഗൊണാഡ് ആണ്. പിന്നെ അഡ്രീനൽ ഡിസോർഡേഴ്സ് അല്ലെ. പിന്നെ വരുന്നത് തൈറോയ്ഡ് ഡിസോർഡേഴ്സ്. നിങ്ങൾ പറഞ്ഞു തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് തൈറോയ്ഡ് എന്ന് പറയുന്നത് ഒരുപാട് ഹോർമോണുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ, തൈറോയ്ഡ് ഡിസോർഡേഴ്സുകള്. പിന്നെ വരുന്നത് ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ കേട്ടോ. ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാലോ, ഇപ്പൊ ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് അവർക്ക് ഈ ഹോർമോണിന്റെ വേരിയേഷൻ കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ്. കാര്യം ഹോർമോണിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് കേട്ടോ. ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് പ്രോബ്ലംസ് അതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഹോർമോൺ തെറാപ്പികളിലേക്ക് ഹോർമോൺ ചികിത്സകൾ ഇതൊക്കെ എവിടെയാണ് ചെയ്യുന്നത്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിനകത്താണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ട്രാൻസ്പ്ലാന്റേഷൻസ് കേട്ടോ. ഏതെങ്കിലും നമ്മുടെ എൻഡോക്രൈൻ ക്ലാസുകൾ എന്തെങ്കിലും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? എൻഡോക്രൈനോളജി എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ഓർക്കുക, ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നൊരു എന്താ പറയാ വ്യവസ്ഥ, ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഗ്ലാൻഡുകളെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ? ഏതൊക്കെയായിരുന്നു? പാൻക്രിയാസ് ഉണ്ട്, പീനിയൽ ഉണ്ട്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, തൈറോയ്ഡ് അല്ലെ, അഡ്രീനൽ ഗ്ലാൻഡ്, ടെസ്റ്റിസ്, ഓവറീസ്, ഇതൊക്കെ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് കേട്ടോ. ഇത്തരത്തിലെ ഹോർമോണുകളെ പറ്റിയും ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെ പറ്റിയുള്ള പഠനത്തിനെയാണ് നമ്മൾ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. എൻഡോക്രൈനോളജി മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന രോഗിയുടെ പ്രശ്നങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനുള്ള പ്രശ്നങ്ങളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. ഡയബറ്റീസ്, ന്യൂട്രീഷൻ പ്രോബ്ലം, ഓസ്റ്റിയോപോറോസിസ്, പിറ്റ്യൂട്ടറി ഗൊണാഡോട്രിനൽ ഡിസോർഡർ, തൈറോയ്ഡ് ഡിസോർഡറുകൾ, ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് മെഡിസിൻ, ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ജെറിയാട്രിക്സ് കേട്ടോ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ജെറിയാട്രിക്സ് ആണ് കേട്ടോ. ജെറിയാട്രിക്സ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ. അതായത് വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളൊക്കെ ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലെ ജെറിയാട്രിക്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നോക്കൂ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി equipped with doctors specialized in geriatric medicine since the elderly suffer from a wide range of illnesses and seek the treatment for അല്ലെ. നമുക്കറിയാം വയസ്സാകുന്നതോട് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ അങ്ങനെ വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങള്, അതിന്റെ നിർണയം, അതിന്റെ പ്രിവെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇനി എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? നോക്കിക്കേ, ഏതൊക്കെയാ നോക്കി. ഫസ്റ്റ് വൺ സ്ട്രോക്ക് ആണ് അല്ലെ. സ്ട്രോക്ക് അപ്പൊ നമ്മൾ ചിന്തിക്കും സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രായമുള്ള ആളുകൾക്ക് മാത്രമല്ല അല്ലെ, ചെറുപ്പമായിട്ടുള്ള ആളുകൾക്ക് വരെ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ സ്ട്രോക്ക് നിങ്ങൾക്ക് അറിയാലോ പക്ഷാഘാതം എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്ത് വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ സ്ട്രോക്ക്. നമ്മൾ ഹാർട്ടിന് അറ്റാക്ക് വരില്ലേ, ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ തന്നെയാണ് ബ്രെയിനകത്തേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പക്ഷാഘാതം എന്നാണ് പറയാ. സാധാരണ സ്ട്രോക്ക് വരുമ്പോ നമ്മൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആള് പാരലൈസ് ചെയ്ത് പോകും, തളർന്നു പോകും. ചിലപ്പോൾ സൈഡ് ഫുള്ളായിട്ടൊക്കെ തന്നെ ആള് തളർന്നു പോകും. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്? ഗ്യാസ്ട്രോ എൻറ്ററോളജി. ഇതാണ് ഗ്യാസ്ട്രോ എൻറ്ററോളജി. നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഗ്യാസ്ട്രോ എൻറ്ററോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആമാശയ സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമിന് റിലേറ്റഡ് ആയിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും അല്ലേ. വയസ്സാകുന്നതോറും എന്താണ്? നമ്മുടെ ഡൈജഷൻ കുറയാനായിട്ട് തുടങ്ങും, ദഹന സംബന്ധമായിട്ടൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഗ്യാസ്ട്രോ എൻറ്ററോളജി. പിന്നെ വരുന്നതാണ് എന്താണ്? ഡയബറ്റിസ് കേട്ടോ. അതായത് പ്രമേഹം. ഓക്കെ, പ്രമേഹം എന്ന് പറയുന്നത് വലിയ ആളുകൾക്ക് ഇപ്പൊ പ്രായം ചെന്നവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും വരുന്നുണ്ട് കേട്ടോ ഡയബറ്റിസ് പ്രോബ്ലംസ്. അതുപോലെ തന്നെ ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് ആണ് കേട്ടോ. ലോക്കോമോട്ടീവ് പ്രോബ്ലം എന്ന് പറഞ്ഞാല് നമ്മുടെ ചലനശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ അല്ലെ. നമ്മുടെ മൂവ്മെന്റ്സ് കേട്ടോ, മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതായത് നമുക്കറിയാലോ പ്രായം ചെന്നതോറും ചെറുപ്പം ആയ പോലെ ഓടാനും ചാടാനും നടക്കാനും ഒക്കെ പറ്റുമോ? നമുക്ക് ഇല്ല.
നമുക്ക് വേണ്ടാലും നമ്മൾ ചേർക്കുന്നത്. അതായത് വയസ്സായ ആളുകൾക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് ആണ് കേട്ടോ. അതായത് മൂവ്മെന്റ്സ് സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഓക്കെ. ദെൻ വരുന്നത് സിൻകോപ്പ് ആണ് കേട്ടോ. സിൻകോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോധക്ഷയമാണ് കേട്ടോ. എന്താണ്? ബോധക്ഷയമാണ്. അതായത് നമ്മുടെ തലച്ചോറിലേക്കുള്ള ആ ഒരു രക്തപ്രവാഹം കുറയുമ്പോ വയസ്സാകുന്നുണ്ടാവും. ആളുകൾക്ക് ഓർമ്മക്കുറവ് വരുമ്പേ ആൾക്കാരെ ചിലപ്പോൾ കണ്ടാൽ തിരിച്ചറിയില്ല അല്ലെ? ഒരു ബോധക്ഷയം, ഇടയ്ക്ക് ഒരു തലകറക്കം അല്ലെങ്കിൽ ഒരു ബോധക്ഷയം, ഓർമ്മയില്ലായ്മയൊക്കെ വരും അല്ലെ? ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ സിൻകോപ്പ് കേട്ടോ. ഓക്കെ. ദെൻ വരുന്നത് എന്താണ്? കോൺ ഡിസീസ്. കോൺ ഡിസീസ് ആണ് കേട്ടോ. അസ്ഥി രോഗങ്ങളൊക്കെ വരും. അറിയാലോ, പ്രായം ചെയ്യുമ്പോൾ കാൽസ്യം ഡെഫിഷ്യന്റ് ആകും, സ്വാഭാവികമായിട്ട് ബോൺസ് ഒക്കെ ഫ്രജൈൽ ആകും, ഓസ്റ്റിയോപോറോസിസ് ഒക്കെ പോലെയുള്ള കോൺ ഡിസീസ് ഒക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങും. ഓക്കെ. ഇത് മാത്രമേ നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതൊക്കെയാണ് സ്ട്രോക്ക്, ഗാസ്ട്രോഎൻടെറോളജി, ഡയബറ്റിസ്, ലോക്കോമോട്ടീവ് പ്രോബ്ലംസ്, സിൻകോപ്പ്, കോൺ ഡിസീസ്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകൾ ഇതൊക്കെ നമ്മൾ കണക്കാക്കുന്നത് ഒരു വാർദ്ധക്യ സഹജമായിട്ട് വരുന്ന പ്രശ്നങ്ങളായിട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ. അടുത്ത നോക്കൂ. ദിസ് ഡിപ്പാർട്ട്മെന്റ് ആൾസോ പ്രൊവൈഡ്സ് a range of community services such as home mobile therapy unit, palliative care, and this department is often connected with the other community centers. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്മ്യൂണിറ്റി സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിമെൻഷ്യയും സിൻകോപ്പും സെയിം ആണത്. സെയിം അല്ലാന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല. ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു ഓർമ്മക്കുറവ് തന്നെയാണല്ലോ. സിൻകോപ്പും അതാണെന്നുള്ളത് ഇത് നോക്കിയിട്ട് പറയാം കേട്ടോ. സെയിം ആണോ അല്ലെന്ന് അറിയില്ല. സിൻകോപ്പ് എന്തായാലും ബോധക്ഷയമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കുക, നമ്മൾ എന്താ പറഞ്ഞത്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങളും കമ്മ്യൂണിറ്റി സർവീസസുകളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ ഏതുപോലത്തെ? ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്, പാലിയേറ്റീവ് കെയർ അങ്ങനെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ള കിടപ്പ് രോഗികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷെ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ അവരെ നോക്കാനൊക്കെ ആളുകൾ ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വന്ന് ഹോം ഹെൽത്ത് കെയർ ഏജൻസികൾ വഴിയായിട്ട് ഇപ്പൊ ഹോം നഴ്സ് സർവീസുകൾ കൊടുക്കാം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സർവീസുകൾ കൊടുക്കാം അല്ലെ. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ധാരാളമായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണ് അല്ലെ. കാര്യം വയസ്സായ ആളുകളാണ്, ചിലപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ വന്നൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്നുള്ള സാഹചര്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്, പാലിയേറ്റീവ് കെയർ, സോഷ്യൽ വർക്ക്, റീഹാബിലിറ്റേഷൻ സർവീസ് ഒക്കെ പോലെയുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. And this department is often connected with other community center. മറ്റു പല കമ്മ്യൂണിറ്റി സെന്ററുകളുമായിട്ടും ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കണക്റ്റഡ് ആണ് കേട്ടോ. കമ്മ്യൂണിറ്റി സെന്റർ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് വീടുകളിലൊക്കെ ചെയ്യുന്ന നമുക്ക് സേവനങ്ങളൊക്കെ കൊടുക്കില്ലേ? സോഷ്യൽ വർക്ക്, സോഷ്യൽ സർവീസ് പോലെ, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, ഹോം നഴ്സിംഗ് സർവീസുകൾ, ഇതൊക്കെ എന്താണ്? കമ്മ്യൂണിറ്റി സേവനങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് കേട്ടോ. അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് ആണ് ജനറൽ മെഡിസിൻ. ഓക്കെ. ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? ജനറൽ മെഡിസിൻ എഴുതി വെച്ചിട്ട് കണ്ടിട്ടില്ലേ? ഓക്കെ. ആ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം മതി നമുക്ക്. ഓക്കെ. ജനറൽ മെഡിസിൻ. Internal medicine or general medicine is the medical specialty that deals with the prevention, diagnosis and the treatment of adult diseases. Just mark it, underline it. Okay. എന്താണ് ജനറൽ മെഡിസിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? ഇന്റേണൽ മെഡിസിൻ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജനറൽ മെഡിസിൻ ഇസ് ആൾസോ നോൺ എന്തുകൊണ്ട് അറിയപ്പെടുന്നുണ്ട്? ഇന്റേണൽ മെഡിസിൻ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. ഓക്കെ. പിന്നെ എന്താണ് പറയുന്നത്? ഇവരെന്താ ചെയ്യുന്നത്? അഡൽട്ട് ഡിസീസസ് അല്ലെ, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ അല്ലെ, സാധാരണ നോർമലി വരുന്ന ഈ പറയുന്ന ചികിത്സകള് അല്ല, അതിന്റെ രോഗചികിത്സകള്, അതിന്റെ പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളുടെ ചികിത്സകള്, അവരുടെ രോഗനിർണയം, പ്രതിരോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ജനറൽ മെഡിസിൻ ആണ് കേട്ടോ.
Okay, a general practitioner അഥവാ GP is a physician. നമ്മൾ പൊതുവെ എപ്പോഴും പറയാറുണ്ട് ഫിസിഷ്യൻ. ആരാണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല് who is not specialized in one particular area of medicine. ആരാണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല് അവരെ നമുക്ക് എന്ത് പറയാം, ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയാം കേട്ടോ. ഫിസിഷ്യനെ പറയുന്ന മറ്റു പൊതുവെ നമ്മൾ ഫിസിഷ്യനെ പറയാറുണ്ട്, ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയാറില്ല. ഓക്കെ, അവർ തന്നെയാണ് നമ്മൾ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അവരാരാണ്? who is not specialized in one particular area of medicine. അതായത് മെഡിസിന്റെ ഒരു പ്രത്യേക ഏരിയയില് സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ലാത്ത ഡോക്ടേഴ്സ് ആണ് കേട്ടോ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യലൈസ്ഡ് ആണ്. പക്ഷെ എന്തിനാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ജനറൽ മെഡിസിൻ വിഭാഗത്തിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ? ഫിസിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്? ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം പെടും. ഓക്കെ, ജനറൽ മെഡിസിൻ എന്ന വിഭാഗത്തിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് മെഡിസിൻ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ്. ഇപ്പൊ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഹാർട്ട് ഡിസീസ്. അല്ലെ, ഹാർട്ടിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ആളെയാണ് നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. പൾമണോളജിസ്റ്റ് ആരാണ്? ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ലങ്സ്. അല്ലെ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പൾമണോളജിസ്റ്റ്. അപ്പൊ കാർഡിയോളജിസ്റ്റ്, പൾമണോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് അത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അല്ലെ, പക്ഷെ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അദ്ദേഹം സ്പെഷ്യലൈസ്ഡ് ആണ്. പക്ഷെ ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന എല്ലാം ഉൾപ്പെടുന്ന ജനറൽ മെഡിസിൻ വിഭാഗത്തിലാണ് ഇവിടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഫിസിഷ്യൻ മീൻസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് കേട്ടോ. എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ? റൂട്ടീൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാല് ഫിസിക്കൽ എക്സാമിനേഷൻസ്, ഇമ്മ്യൂണൈസേഷൻസ് and assess and treat many different conditions, including the illnesses and injuries. അതായത് ഈ പറയുന്ന ഇൻജുറികള്, ഇൽനെസ്സസ് ഉൾപ്പെടെയുള്ള പല ഡിഫറെന്റ് കണ്ടീഷൻസിന് എന്താണ് ട്രീറ്റ്മെന്റുകളും അതുപോലെ റൂട്ടീൻ ആയിട്ടുള്ള ഹെൽത്ത് കെയർ പതിവായിട്ട് നടത്തുന്ന റൂട്ടീൻ ചെക്കപ്പുകൾ, ഫിസിക്കൽ എക്സാമിനേഷൻസ്, അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള റൂട്ടീൻ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ചെയ്യുന്നതും സാധാരണ നമുക്ക് വരുന്ന അസുഖങ്ങളുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നോക്കൂ, MBBS വിത്ത് MD ഏതിനകത്താണ്? ജനറൽ മെഡിസിൻ വിഭാഗത്തിലാണ് കേട്ടോ. ഈസ് യൂഷ്വലി എ ജനറൽ ഫിസിഷ്യൻ. ഓക്കെ, അപ്പൊ ഒരു ഫിസിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ്? MBBS വിത്ത് MD ഇൻ ജനറൽ മെഡിസിൻ ആണ്. MBBS എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ഗ്രാജുവേഷൻ പോലെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവര് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും, അതാണ് MD എന്ന് പറയുന്നത് കേട്ടോ. ഡോക്ടർ ഓഫ് മെഡിസിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. ആ സമയത്താണ് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇദ്ദേഹം ഏതിനാണ് MD എടുക്കുന്നത്? സ്പെഷ്യലൈസ് ചെയ്യുന്നത് ജനറൽ മെഡിസിൻ വിഭാഗത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഏരിയനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, എല്ലാം ഉൾപ്പെടുത്ത ജനറൽ മെഡിസിനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ഈസ് നോൺ ആസ് എ ഫിസിഷ്യൻ. ഓക്കെ, ഓർ ജനറൽ പ്രാക്ടീഷണർ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്തേക്ക് പോവാം നമുക്ക്. എന്നാ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പഠിക്കാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ബോറടിക്കുന്ന നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതാണ് ഗ്യാസ്ട്രോ എൻറ്ററോളജി കേട്ടോ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻറ്ററോളജി കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ എവിടെ പഠിച്ചത്? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഉദര സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത് ഗ്യാസ്ട്രോ എൻറ്ററോളജി എന്ന് പറയുന്നത് കേട്ടോ. എൻറ്ററോ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അബ്ഡോമിനൽ റിലേറ്റഡ് ആണ് കേട്ടോ. അബ്ഡോമിനൽ റിലേറ്റഡ് ആണ്. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. This department is with abdominal related medicine. Okay, gastroenterology എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. ഉദര സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഗ്യാസ്ട്രോ എൻറ്ററോളജി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കൂ, the diagnosis and treatment of conditions that affect the esophagus, stomach, small intestine, large intestine, digestive colon in the room, then liver, pancreas, gallbladder, colon and rectum.
അപ്പൊ ഇവിടെ നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ഓർഗനുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു ഓർഗൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിനകത്ത് വരുന്നത്? ഈസോഫാഗസ്. എന്താണ് ഈസോഫാഗസ്? എന്താണ് ഈസോഫാഗസ്? അന്നനാളം. അതല്ലേ, അന്നനാളത്തിനെയാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സ്റ്റൊമക്ക് അല്ലെ, സ്റ്റൊമക്ക് എന്താണ്? ആമാശയം. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അറിയാലോ, ചെറുകുടൽ കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചോട്ടാ. ഓക്കെ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ചെറുകുടലാണ്. ലാർജ് ഇൻറ്റെസ്റ്റൈൻ അറിയാലോ, വൻകുടലാണ് കേട്ടോ. കോളൻ എന്നാണ് പറയുക, കോളൻ. അതായത് നമ്മുടെ വൻകുടലിന് ശരിക്കും പറഞ്ഞ 3 ഭാഗങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കണക്ടിങ് മൗത്ത് ആൻഡ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ. അതെ, അതാണ് എന്ത്? ഈസോഫാഗസ്. ലാർജ് ഇൻറ്റെസ്റ്റൈൻ അല്ല, സ്റ്റൊമക്ക് ആണ് കേട്ടോ. സ്റ്റൊമക്ക്. ഓക്കെ, അപ്പൊ ലാർജ് ഇൻറ്റെസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വൻകുടലാണ് കേട്ടോ. നമ്മുടെ വൻകുടലിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗം വെച്ച് 3 ഇതായിട്ടാണ്. ബിഗിനിങ് പാർട്ട് ഓഫ് ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഉണ്ടല്ലോ, അതായത് വൻകുടലിന്റെ ബിഗിനിങ് പാർട്ട്, ഇത് നമ്മൾ സീക്കം എന്നാണ് പറയുക കേട്ടോ. സീക്കം എന്നാണ് പറയുക. അതിന്റെ മിഡിൽ പാർട്ട് ഉണ്ടല്ലോ, നമ്മുടെ വൻകുടലിന്റെ മെയിൻ ഭാഗം, മിഡിൽ പാർട്ട്, അതിനെയാണ് നമ്മൾ കോളൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പറയാ? കോളൻ. എന്താണ് അവിടെ ബ്രാക്കറ്റിൽ കോളൻ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻഡിങ് പാർട്ട് ഉണ്ട്, വൻകുടലിന്റെ അവസാന ഭാഗം, റെക്റ്റം എന്നാണ് പറയുന്നത്, മലാശയം. ഓക്കെ, എന്താണ് പറയാ? റെക്റ്റം എന്നാണ് പറയാ കേട്ടോ. അപ്പൊ അതൊക്കെ വൻകുടലിന്റെ തന്നെ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. തുടക്ക ഭാഗത്തിന് സീക്കം എന്നാണ് പറയാ, മിഡിൽ പാർട്ടിന് കോളൻ എന്നാണ് പറയാ, എൻഡിങ് പാർട്ടിന് നമ്മൾ റെക്റ്റം, മലാശയം എന്നാണ് പറയാ കേട്ടോ. ഇതൊക്കെ വൻകുടലിന്റെ ഭാഗമാണ്. പിന്നെ എന്താണ്? ലിവർ വരുന്നുണ്ട് അല്ലെ, നമ്മുടെ കരള്, ലിവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാസ് എവിടെ വരുന്നുണ്ട്? നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട് അല്ലെ, എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്തും വരുന്നുണ്ട് കേട്ടോ. പാൻക്രിയാസ് വരുന്നുണ്ട്. പിന്നെ ഗോൾ ബ്ലാഡർ, പിത്താശയം, പിത്തസഞ്ചി എന്നൊക്കെ നമ്മൾ പറയൂലേ. നമ്മുടെ ലിവർ ഉത്പാദിപ്പിക്കുന്ന ബൈലുണ്ടല്ലോ, അത് കളക്ട് ചെയ്യുന്നത് ഈ ഗോൾ ബ്ലാഡറിനകത്താണ് കേട്ടോ. പിത്തസഞ്ചി, പിത്താശയത്തിനകത്താണ് കളക്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വരുന്നത് കോളൻ ആൻഡ് റെക്റ്റം. നേരത്തെ പറഞ്ഞതാണ്, വൻകുടലിന്റെ തന്നെ ഭാഗമാണ് കേട്ടോ. ഇത്രയുമാണ് ഇതിന്റെ ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈസോഫാഗസ് അല്ലെ, നമ്മുടെ മൗത്തിനെ നമ്മുടെ സ്റ്റൊമക്ക് വരെ കണക്ട് ചെയ്യുന്ന ആ ഒരു ട്യൂബ്, അതാണ് അന്നനാളം അല്ലെ, ഈസോഫാഗസ്. പിന്നെ ഇതൊക്കെയാ? സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, അതുപോലെ തന്നെ ലിവർ, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ്, കോളൻ ആൻഡ് റെക്റ്റം എന്ന് പറഞ്ഞാൽ വൻകുടലിന്റെ തന്നെ ഭാഗമാണ്. ഇതൊക്കെയാണ് ഗ്യാസ്ട്രോ എൻട്രോളജിക്കകത്ത് വരുന്നത് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ചിത്രം കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, പിക്ചർ നോക്കിയില്ല? പിക്ചർ കണ്ടോ? ഇതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, എവിടെ നിന്നാ നോക്കിയില്ലേ? ഈസോഫാഗസ് കണ്ടോ? ഈസോഫാഗസിലെ അന്നനാളാണ് കേട്ടോ. നമ്മുടെ മൗത്തിനെ നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബാണ് കേട്ടോ ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ലിവർ ആണ്. ലിവറിന്റെ ഭാഗത്തിനകത്ത് വരുന്നത് കേട്ടോ. ഈ ലിവറിന്റെ തൊട്ട് താഴെയായിട്ട് കണ്ടൊരു കുഞ്ഞു സാധനം, അതിനെയാണ് നമ്മൾ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ലിവറിൽ ഉത്പാദിപ്പിക്കുന്ന ബൈലുണ്ടല്ലോ, അതിനെ കളക്ട് ചെയ്യുന്നത് ഈ ഒരു ഗോൾ ബ്ലാഡറിനകത്താണ് കേട്ടോ. പിത്താശയം, പിത്തസഞ്ചി എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. പിന്നെ വരുന്നത് പാൻക്രിയാസ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് പാൻക്രിയാസ് അല്ലെ. ഓക്കെ, ഇതാണ് എന്ത്? നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ അല്ലെ, അത് നമ്മുടെ വൻകുടൽ. ഇതിന്റെ ബിഗിനിങ് പാർട്ടിന് നമ്മൾ പൊതുവെ സീക്കം എന്നാണ് പറയുന്നത്. ഈ മേജർ പാർട്ട് ഉണ്ടല്ലോ, മെയിൻ പാർട്ട്, മിഡിൽ പാർട്ട്, അതിനെയാണ് നമ്മൾ കോളൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ അവസാന ഭാഗം നമുക്ക് റെക്റ്റമാണ്, മലാശയമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ. ദെൻ വരുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ചെറുകുടൽ കേട്ടോ. ഇത്രയാണ് ഇതിന്റെ പിന്നെ സ്റ്റൊമക്ക് നമ്മൾ പറഞ്ഞു. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത് നമ്മുടെ എൻഡോക്രൈനോളജിയുടെ വരുന്നത്. ഓക്കെ, പിക്ചർ ഒന്ന് നോക്കിക്കോട്ടോ. ഓക്കെ, കണ്ടല്ലോ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്ന നോക്കൂ, ഇറ്റ് ആൾസോ ഇൻവോൾവ്സ് എൻഡോസ്കോപ്പി അല്ലെ. കൂടുതലും നമ്മൾ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ട് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ചെയ്തൊരു പ്രൊസീജിയർ ആണിത് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് അല്ലെ. കേട്ടിട്ടുണ്ടാവും അല്ലെ. എൻഡോസ്കോപ്പി എന്താണ്? ശരിക്കും മെഡിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ. ഒരു സ്മോൾ തിൻ ട്യൂബ് ഉണ്ട്, ആ ട്യൂബിനകത്ത് ലൈറ്റ് ഉണ്ട്, ക്യാമറ ഉണ്ട്. ഇത് നമ്മൾ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പണിങ്സ്, അതിലൂടെ ഒന്നെങ്കിൽ നമ്മുടെ മൗത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ
എന്താണ് മനസ്സിലൂടെയോ അവിടെ എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ഓപ്പണിങ്സിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഡയഗ്നൈസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ പ്രൊസീജിയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലെ. എൻഡോസ്കോപ്പി, കോളനോസ്കോപ്പി ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ആ സംഭവമാണ് കേട്ടോ. എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. ഇനി നോക്കൂ, സ്പെഷ്യൽ നഴ്സസ് ആർ ഓഫൺ posted in this department and they are capable of performing a wide range of power investigation. അതായത് സാധാരണ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യൽ നഴ്സുമാരെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അപ്പോയിന്റ് ചെയ്തത്. സ്പെഷ്യൽ നഴ്സുമാരെയാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് അപ്പോയിന്റ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ they are capable of performing a wide range of power investigation. അതായത് നമ്മൾ അബ്ഡോമിനായിട്ടല്ല കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിന് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യൽ നഴ്സുമാർ, രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ടുള്ള സ്പെഷ്യൽ നഴ്സസിനെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഞങ്ങൾ മനസ്സിലാക്കിയത് കേട്ടോ. ഗാസ്ട്രോഎൻട്രോളജി എന്താണെന്ന് മനസ്സിലാക്കുക. അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിനെയാണ് ഗാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ചാനലിൽ നിങ്ങൾക്ക് എളുപ്പമില്ല ഇതൊക്കെ. എങ്കിലും നിങ്ങൾ മനസ്സിലാവാൻ എന്തെങ്കിലും പറയുന്നു കേട്ടോ. ഓക്കെ, കുറെ കൂടുതൽ ആളുകൾക്കും ക്ലിയർ ആവുന്നുണ്ട്. അതല്ല നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. മടിയെടുത്ത് വിചാരിക്കേണ്ട. അറിയാലോ, അറിയാവുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും, അറിയാത്തവരും ഉണ്ടായിരിക്കും കേട്ടോ. പറഞ്ഞാൽ മതി. കോളൻ ആൻഡ് റെക്ടം. കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഞാൻ പറഞ്ഞത് ക്ലാസ്സിൽ കേട്ടില്ലേ ശ്രീലക്ഷ്മി ഞാൻ പറഞ്ഞത്, അതായത് വൻകുടലിന്റെ മിഡിൽ പാർട്ടാണ് കേട്ടോ. വൻകുടലുണ്ടല്ലോ, അതിന്റെ മിഡിൽ പാർട്ട്. ഓക്കെ, ഈ ഭാഗമാണ് നമ്മുടെ കോളൻ എന്ന് പറയുന്നത് കേട്ടോ. അതേ കണ്ടോ, ഈ ഭാഗമാണ് നമ്മുടെ കോളൻ എന്ന് പറയുന്നത്. റെക്ടം ഇതാണ്, മലാശയം കേട്ടോ. ഓക്കെ, അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ ഭാഗമാണ് കേട്ടോ, വൻകുടലിന്റെ ഭാഗമാണ് കേട്ടോ. ഇനി നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കാൻ തന്നെ ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഹെപ്പറ്റോളജി. ഇതാണ് ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെപ്പറ്റോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി. ലിവറുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. ഹെപ്പറ്റൈറ്റിസ് ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്, കരൾ വീക്കം അല്ലെ, ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പാറ്റ്, ഹെപ്പറ്റോളജി ഒക്കെ പറയുമ്പോൾ ലിവറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. ഓക്കെ, നോക്കൂ, ഹെപ്പറ്റോളജി is a super specialty that deals with the diagnosis and management of patients suffering from the disorders of the liver. അല്ലെ, കരൾ സംബന്ധമായിട്ടുള്ള തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം അല്ലെ. കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, അതിന്റെ രോഗനിർണയം, ചികിത്സ, പ്രതിരോധം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അത് അത്രമാത്രം പഠിച്ചാൽ മതി. അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണിത് ഗൈനക്കോളജി. ഇത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്താണ് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോബ്ലംസ് ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. പ്രഗ്നൻസിയും എല്ലാം ആണ് കേട്ടോ. ഈ പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇത് ഗൈനക്കോളജി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന വിഭാഗം അല്ലെ. ഓക്കെ, ഇനി നോക്കൂ. A woman's life is marked by unique changes that occur with the time from attaining menarche, conception, pregnancy, childbirth and menopause. Okay, these changes do bring about the problems directly or indirectly connected with the reproductive system, and so requires a separate branch of medicine that focuses on this area. അല്ലെ, ഇവിടെ പറയുന്ന വേറൊന്നുമല്ല, ഒരു സ്ത്രീകളുടെ ലൈഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളിലൂടെ വരുന്നതാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിലെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എങ്കിലും സ്ത്രീകളുടെ ലൈഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ മാറ്റങ്ങളിലൂടെയാണ് അവരുടെ ലൈഫ് കടന്നു പോകുന്നത് അല്ലെ. ഓക്കെ, അതൊക്കെയാണ് അവിടെ പറയുന്നത്. ഇപ്പൊ മറ്റേരി മെനാർക്ക്. മെനാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർത്തവമാണ് കേട്ടോ. പീരീഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറ്റേരി മെനാർക്ക് ആർത്തവം. കൺസെപ്ഷൻ, പ്രഗ്നൻസി ആണ് കേട്ടോ.
ഗർഭധാരണം, അതന്നെ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, കുഞ്ഞിന് ജന്മം കൊടുക്കുന്നുണ്ട്, ആൻഡ് മെനോപോസ്, ആർത്തവ വിരാമമാണ് കേട്ടോ. ഓക്കെ, ആർത്തവ വിരാമമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒത്തിരിയേറെ ലൈഫ് ചേഞ്ചസിലൂടെയാണ് ഒരു സ്ത്രീയുടെ ലൈഫ് അല്ലെ സൈക്ലിങ്ങിന് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത്തരം മാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അതുമൂലം ഒരുപാട് പ്രോബ്ലംസുകളും അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് പറഞ്ഞത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞത് കേട്ടോ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കൂ, so requires a separate branch of medicine that focuses on these areas. ഈ ഒരു വിഭാഗത്തിൽ തന്നെ വരുന്ന കുറച്ച് സബ് സ്പെഷ്യാലിറ്റികളാണ് ഇത്. ഒന്ന് നമ്മൾ പറഞ്ഞു ഗൈനക്കോളജി, പിന്നെ വരുന്നത് ഒബ്സ്ട്രക്റ്റിസ് ആണ് കേട്ടോ, ഒബ്സ്ട്രക്റ്റിസ്. ദെൻ വരുന്നത് ഇൻഫെർട്ടിലിറ്റി ആണ് കേട്ടോ. അതായത് നമ്മുടെ ഗൈനക്കോളജിയുടെ തന്നെ ഭാഗമായിട്ട് അതിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി എന്നുള്ള രീതിയിൽ വരുന്ന വിഭാഗങ്ങളാണ് ഈ പറയുന്ന ഒബ്സ്ട്രക്റ്റിസും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഡയറക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് കണ്ടോ നിങ്ങൾ ഓർക്കണം, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. നോക്കുക, ഗൈനക്കോളജി കൺസിസ്റ്റ് ഓഫ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ തെറാപ്പീസ് for the complete spectrum of disorders that involves the female reproductive system. Then reproductive system ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന മെഡിക്കൽ സർജിക്കൽ തെറാപ്പികളും അങ്ങനെ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്താണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഒബ്സ്ട്രക്റ്റിസ് എന്നുള്ളത് നോക്കാം കേട്ടോ. ഒബ്സ്ട്രക്റ്റിസ് പലർക്കും സംശയമാണ്, ഗൈനക്കോളജി തന്നെയാണോ ഒബ്സ്ട്രക്റ്റിസ്? രണ്ട് സെയിം ആണോ? രണ്ട് സെയിം അല്ല, റിലേറ്റബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ഗൈനക്കോളജിയുടെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് ഒബ്സ്ട്രക്റ്റിസ്. അവിടെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കും കേട്ടോ. ഗൈനക്കോളജി എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത് അവിടെ ബർത്തിങ്ങിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നമുക്ക് വായിക്കാം. ഒബ്സ്ട്രക്റ്റിസ് ഈസ് ദ സർജിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീലിംഗ് വിത്ത് ദ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ് കേട്ടോ. മദർ ആൻഡ് ചൈൽഡ്, അതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കില്ലേ, ഓപ്ഷൻ വരുമ്പോ സംശയം വരരുത് കേട്ടോ. അപ്പൊ ദാറ്റ് ഡീലിംഗ് വിത്ത് ദ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ് ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അല്ലെ. പറഞ്ഞ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ ഡെലിവറി ടൈമിലും ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അല്ലെ, കുഞ്ഞുണ്ടായതിനു ശേഷമൊക്കെ പോസ്റ്റ് പാർട്ട് പീരീഡ് ഒക്കെ വരില്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനാണ് കേട്ടോ. ഓക്കെ, പോസ്റ്റ് പാർട്ടം പീരീഡിൽ അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് വൈകാരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ അല്ലെ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സ്ട്രഗിളൊക്കെ വരും അല്ലെ, അതിനെയാണ് പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒബ്സ്ട്രക്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനകത്താണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരാളെ കൂടെ നമ്മൾ പറഞ്ഞല്ലോ, ആരായിരുന്നു? ഇൻഫെർട്ടിലിറ്റി അല്ലെ. ഇൻഫെർട്ടിലിറ്റി എന്താണ്? മന്ധ്യതയാണ് അല്ലെ, കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ഒരവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് കേട്ടോ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ഈസ് ദ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് in both the men and the women. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ആണ്, ART എന്നാണ് പറയുന്നത്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി കേട്ടോ. അതെന്ന് പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഇൻ ബോത്ത് the men and women. സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാവുന്ന മർദ്ദിതാ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ആണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, അതിന്റെ ഇറ്റ് ഇൻവോൾവ്സ് ദ ഡയഗ്നോസിസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി തെറാപ്യൂട്ടിക് ടെക്നിക് ടു ഇംപ്രൂവ് ദ ഫെർട്ടിലിറ്റി ആൻഡ് എംബ്രിയോളജി സർവീസസ് സച്ച് ആസ് ദ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി തെറാപ്യൂട്ടിക് ടെക്നിക്കുകളും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എംബ്രിയോളജി സർവീസസ് ലൈക്ക് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. IVF എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? IVF ട്രീറ്റ്മെന്റ്, IVFന്റെ ഫുൾ ഫോം ആണ് കേട്ടോ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. IVFന്റെ ഫുൾ ഫോം ആണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡിയാണ് കേട്ടോ. അതായത് ബോഡിക്ക് പുറത്ത് വെച്ചുകൊണ്ട് ബീജസങ്കലനം നടത്താണ് കേട്ടോ. സ്പേമും എഗ്ഗും തമ്മിൽ അതിനെ എന്താണ് ചെയ്തിട്ട് അവിടെ ഒരു എംബ്രിയോ ക്രിയേറ്റ് ഭ്രൂണമാണ് കേട്ടോ. ഭ്രൂണം ഉണ്ടാക്കുകയാണ്
ഇൻ വിട്രോ എന്ന് പറയുന്നത് ഔട്ട്സൈഡിന്റെ ബോഡിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഇംബ്രിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, ദെൻ ആ ഇംബ്രിയോനെ പിന്നെ യൂട്രസിനകത്ത് എന്ത് ചെയ്യാണ്, ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് IVF എന്ന് പറയുന്നത് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബീജസങ്കലനല്ല അവിടെ നടക്കുന്നത്, പകരം പുറത്ത് വെച്ചിട്ടാണ്, ബോഡിക്ക് പുറത്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അതൊരു ഇൻ വിട്രോ എന്ന് പറയുന്നത് കേട്ടോ. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള എംബ്രിയോളജി സേവനം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റാണ് പ്രൊവൈഡ് ചെയ്തത്? ART ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ടാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, ആക്ച്വലി രീതിയിലല്ല. സോ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി മനസ്സിലായല്ലോ. ഇൻഫെർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗം കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഗൈനക്കോളജി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുമ്പോൾ മദർ ആൻഡ് ചൈൽഡുമായിട്ട് അവർക്ക് കെയറിംഗ് കൊടുക്കുക, പ്രത്യേകിച്ച് പ്രഗ്നൻസി, ഡെലിവറി, ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, അങ്ങനെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് that deals with the infertility issues in both the men and women. സ്ത്രീകളിലും പുരുഷന്മാരിലും രണ്ടു കൂട്ടരിലും ഒരുപോലെ ഉണ്ടാകുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കൈകാര്യം ചെയ്ത മേഖലയാണ് ART എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? മതി കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ കൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. നാളെ ഞാൻ ലീവാണ്, അതുകൊണ്ട് അശ്വതി മിസ് ആയിരിക്കും കേട്ടോ നാളത്തെ എന്റെ ക്ലാസ് എടുക്കുന്നുണ്ടാവുന്നത്. ഓക്കെ, നാളെ ലീവ് ആയിരിക്കും കേട്ടോ. നമ്മള് ഞാനല്ലേ നെക്സ്റ്റ് വീക്കിലാണ് കേട്ടോ. അടുത്ത ആഴ്ച നമുക്ക് കാണാം കേട്ടോ. അടുത്ത ആഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച നോക്കട്ടെ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എല്ലാവരും മോക്ക്ഡ്രില്ലിനൊക്കെ റെഡി ആയിട്ടാണോ ഇരിക്കുന്നേ? ആണോ? ഒരു മോക്ക്ഡ്രിൽ ഇല്ലേ നമുക്ക്? റെഡി ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോഴേക്കും ക്ലാസ് കഴിയും, ബോഡി വിളിച്ചൊക്കെ ഇരിക്കാം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇത്രയും നമ്മള് വായിച്ച് നല്ലപോലെ മനസ്സിലാക്കിയില്ലല്ലോ കേട്ടോ. ആ ഉണ്ട്. ശരി ട്ടോ. Thank you, ma'am. Thank you, ma'am.